ഇടുക്കി നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതകത്തിൽ അമ്മ മേരിക്കുട്ടിയെയും സഹോദരൻ റെജിയെയും കൊലപ്പെടുത്തിയത് അതിക്രൂരമായെന്ന് പ്രതി സജിയുടെ മൊഴി. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പിതാവായ മാത്യുവിന്റെ തിരോധാനം പോലീസ് വീണ്ടും അന്വേഷിക്കും. പിടിയിലായി ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കൊല നടത്തിയത് താനാണെന്ന് മേരിക്കുട്ടിയുടെ ഇളയ മകനായ സജി സമ്മതിച്ചിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഞെട്ടിപ്പിക്കുന്ന കൊലപാതക വിവരങ്ങൾ പ്രതി പോലീസിനോട് വിവരിച്ചത്. സഹോദരൻ റെജിയെ കൊന്നത് മർദ്ദിച്ചും കഴുത്തിൽ തോർത്തുമുറുക്കിയുമാണെന്നും അമ്മ മേരിക്കുട്ടിയെ മുഖത്തടിച്ചും കയ്യിൽ പിടിച്ച് കറക്കി ഭിത്തിയിലേക്ക് എറിഞ്ഞു കൊന്നുവെന്നുമായിരുന്നു മൊഴി. ഏപ്രിൽ 4-ാം തീയതി രാത്രിയാണ് കൊലപാതകം നടത്തിയതെന്നും ശേഷം മൃതദേഹങ്ങൾ 2 ദിവസം വീടിന് പുറത്ത് ഗ്രീൻ നെറ്റിൽ പൊതിഞ്ഞു വെച്ചുവെന്നും 3-ാം ദിവസം അർദ്ധരാത്രിയോടെ കുഴിച്ചിട്ടുവെന്നുമാണ് പോലീസിന് പ്രതി മൊഴി നൽകിയത്. പിന്നീട് ഒന്നുമറിയാത്ത പോലെ വീട്ടിൽ താമസിക്കുകയും ജോലിക്ക് പോവുകയും ചെയ്തു. വസ്തുതർക്കവും സഹോദരന്റെ മാനസിക പീഡനവും വിവാഹം കഴിക്കാൻ അനുവദിക്കാതിരുന്നതുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളെന്നാണ് പ്രതിയായ സജി പറയുന്നത്. ചോദ്യം ചെയ്യലിനൊടുവിൽ സജിയെ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. മേരിക്കുട്ടിയുടെ ഭർത്താവ് മാത്യുവിനെ 2018-ലാണ് കാണാതായത്. നെടുങ്കണ്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിതാവ് മാത്യുവിനെയും സജി അപായപ്പെടുത്തിയിട്ടുണ്ടാകാമെന്നാണ് ബന്ധുക്കളുടെ സംശയം. ഈ കേസിലും പോലീസ് വിശദമായ അന്വേഷണം നടത്തും. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി സജിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. കൈരളി ന്യൂസ്, ഇടുക്കി.